ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ, അപ്പോൾ സപ്ലൈ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ് സപ്ലൈയിൽ ഉൾപ്പെടുന്നതെന്ന് നോക്കി. ദ നെക്സ്റ്റ് വൺ ഈസ് വാല്യൂ ഓഫ് സപ്ലൈ. എപ്പോഴും സപ്ലൈ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഓൺ ഇറ്റ്സ് വാല്യൂലാണ്. അക്കോർഡിംഗ് ടു GST ആക്ട്, ദ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് ദ ട്രാൻസാക്ഷണൽ വാല്യൂ. എത്ര രൂപയ്ക്കാണോ നമ്മൾ ആ ഗുഡ്സ് ആൻഡ് സർവീസസ് വിറ്റത്, വിച്ച് ഈസ് ദ പ്രൈസ് ആക്ച്വലി പെയ്ഡ് ഓർ പേയബിൾ ടു ദി ഫോർ ദി സെറ്റ് സപ്ലൈ ഇസ് നോൺ ആസ് ട്രാൻസാക്ഷണൽ വാല്യൂ. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ചാർജ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, 250 രൂപയുടെ സാധനമായിരിക്കും, അത് നമ്മുടെ വീട്ടിലെത്തിക്കാനായിട്ട് ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം. അത് GSTയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം അതൊക്കെ നമ്മൾ സർവീസസ് ആയിട്ടാണ് കണക്കാക്കുക. സോ ഇൻ GSTയിൽ ട്രാൻസാക്ഷൻ വാല്യൂ ഇസ് ദ പ്രൈസ് ആക്ച്വലി പെയ്ഡ്. അപ്പോൾ വാല്യുവേഷൻ ഓഫ് സപ്ലൈ അണ്ടർ GST ഇങ്ങനെയാണ് ട്രാൻസാക്ഷൻ വാല്യൂ കണക്കാക്കണേന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ആക്ച്വൽ പ്രൈസ് പെയ്ഡ് ആണ്. അപ്പോൾ ഇത് ഇൻക്ലൂഡ് എനി ടാക്സ്, ഡ്യൂട്ടി, സെസ്, ഫീസ് ഓർ ചാർജസ് ലെവീഡ് അണ്ടർ എനി ആക്ട്. ഏത് ഒരു ആക്ട് പ്രകാരം കളക്ട് ചെയ്തിട്ടുള്ള ടാക്സ്, ഡ്യൂട്ടീസോ, സെസ്സോ, ഫീസോ എന്ത് വേണമെങ്കിലും അതിനകത്ത് വരാം, GST ഒഴികെയുള്ള ആക്ട് പ്രകാരം. സെക്കൻഡ് വൺ, എനി എമൗണ്ട് ദാറ്റ് സപ്ലയർ ഈസ് ലയബിൾ ടു പേ വിച്ച് ഹാസ് ബീൻ ഇൻകേർഡ് ബൈ ദ റെസിപ്പിയൻറ്റ് ആൻഡ് നോട്ട് ഇൻക്ലൂഡ് ഇൻ പ്രൈസ്. ഇനി സപ്ലയർക്ക് ഏതെങ്കിലും രീതിയിൽ വേറെ ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ, പക്ഷേ അത് പ്രൈസിൽ ഇൻക്ലൂഡ് അല്ല എന്നുണ്ടെങ്കിൽ അതും ഉൾപ്പെടും. ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് വന്നാൽ ഡാമേജ് മാറ്റാനായിട്ട് അയാൾക്ക് ചിലവായിട്ടുണ്ടെങ്കിൽ അത്തരം എമൗണ്ടുകൾ വാല്യുവേഷനിൽ ഉൾപ്പെടും സപ്ലൈയിൽ. തേർഡ് വൺ, ദ വാല്യൂ വിൽ ഇൻക്ലൂഡ് ഓൾ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് റിലേഷൻ ടു സെയിൽ. പാക്കേജിങ്, കമ്മീഷൻ, അതൊക്കെ അതിനകത്ത് ഉൾപ്പെടും. കാരണം പാക്കേജിങ്ങും കമ്മീഷനൊക്കെ എന്താണ്, ഇൻക്ലൂഡഡ് ഇൻ പ്രൈസാണ് വരിക. അപ്പോൾ പാക്കേജിങ് ചാർജസ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, വാല്യുവേഷനിൽ വരും. പക്ഷേ ഷിപ്പിംഗ് ചാർജസ് ഒന്നും വരില്ല. ദെൻ സബ്സിഡീസ് ലിങ്ക്ഡ് ടു സപ്ലൈ. ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി അല്ലാത്ത വേറെ ഏതെങ്കിലും സബ്സിഡീസ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാലിറ്റി ഫോർ ഡിലേഡ് പേയ്മെൻറ്റ്, അതും വാല്യൂ ഓഫ് സപ്ലൈയിൽ വരും. അപ്പോൾ മെയിനായിട്ട് വാല്യൂ ഓഫ് സപ്ലൈയിൽ വരുന്നത്, വാല്യൂ ഓഫ് സപ്ലൈ മീൻസ് ദ ട്രാൻസാക്ഷണൽ വാല്യൂ വിച്ച് ദ എമൗണ്ട് ആക്ച്വലി പെയ്ഡ് for the supply of goods and services. It include any tax, duties, sales, fees paid by any act except GST. Amount paid has been incurred by the recipient ആകാം. Include ഏതെങ്കിലും ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് ലൈക്ക് കമ്മീഷനോ പാക്കേജിങ് ചാർജോ ആകാം. സബ്സിഡീസ്, ഗവൺമെൻറ് സബ്സിഡി ഒഴികെയുള്ള സബ്സിഡീസ് ആകാം. ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ ഒക്കെ കൊടുക്കുന്നതാകാം. ദെൻ ചില കാര്യങ്ങൾക്ക് എന്തൊക്കെ, ചില ഐറ്റംസിന് അല്ലെങ്കിൽ ചിലവരുടെ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷണൽ വാല്യൂ കണക്കാക്കണേന്ന്. അതാണ് വാല്യൂ സപ്ലൈ ജനറൽ റൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. സപ്ലയറും റെസിപ്പിയൻറ്റും റിലേറ്റഡ് പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിൽ, റിലേറ്റഡ് പേഴ്സൺ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബിസിനസ്സുമായി റിലേഷനുള്ള ആൾ, വോട്ടിംഗ് പവറുള്ള ആൾ, ഷെയർ കയ്യിൽ വെച്ചേക്കുന്ന ആൾ, കൺട്രോളുള്ള ആളെന്നൊക്കെ. അപ്പം അതേപോലെ റിലേറ്റഡ് പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് ഈസ് ഓൺലി ദ കൺസിഡറേഷൻ. പ്രൈസ് മാത്രമായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. ആൻഡ് ട്രാൻസാക്ഷണൽ വാല്യൂ ഇസ് ദ ആക്ച്വൽ പ്രൈസ് പെയ്ഡ്. ദാറ്റ് ഈസ് ഓർക്കുക, നോട്ട് റിലേറ്റഡ് പേഴ്സൺ ആണെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആക്ച്വൽ പ്രൈസ് പെയ്ഡ് ആയിരിക്കും. ആൻഡ് സെക്കൻഡ് വൺ അപ്പോൾ ആരാ, റിലേറ്റഡ് പേഴ്സൺ ആണെങ്കിൽ. റിലേറ്റഡ് പേഴ്സൺ ആണെങ്കിൽ അവിടെ കൺസിഡറേഷൻ ഉണ്ടാകും. എന്ന് വെച്ചാൽ കമ്പനിയിലുള്ള ആൾക്ക് ചിലപ്പോൾ കുറവിനൊക്കെ ആയിരിക്കും കൊടുക്കുക. സോ ദ വാല്യൂ ഡിറ്റർമിൻഡ് ആസ് പെർ ദ റൂൾ പ്രകാരം നമ്മൾ എത്രയാണോ വാല്യൂ ഡിറ്റർമിൻ ചെയ്തത് ആ എമൗണ്ട് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ദെൻ വാല്യൂ ഓഫ് സപ്ലൈ വെയർ കൺസിഡറേഷൻ ഈസ് നോട്ട് വോളി ഇൻ മണി. ഇപ്പോൾ ചില കേസിൽ നമ്മൾ ഇപ്പോൾ ട്രാൻസാക്ഷൻ വാല്യൂ ആക്ച്വൽ എമൗണ്ട് പെയ്ഡ് എന്ന് പറഞ്ഞു, എന്നാൽ ചില കേസിൽ നമ്മൾ ഫുൾ എമൗണ്ടും പേ ചെയ്യില്ല. ചിലപ്പോൾ പകുതി പൈസ, പകുതി അസറ്റ് ആയിരിക്കും, പകുതി ഷെയറൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ കണക്കാക്കണേന്ന്? where ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓഫ് സപ്ലൈ ഈസ് അവൈലബിൾ. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ തന്നെയായിരിക്കും. ദെൻ അല്ലെങ്കിൽ പാർട്ട് ഓഫ് കൺസിഡറേഷൻ, പൈസയായിട്ട് എത്ര, ക്യാഷായിട്ട് എത്ര കൊടുത്തു പ്ലസ് അതർ കൺസിഡറേഷനായിട്ട് എത്ര കൊടുത്തു, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വാല്യൂ സപ്ലൈസ് ഗുഡ്സ് ഓർ സർവീസസ് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി. അതിൻ്റെ കൈൻഡ് ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ റിലേറ്റഡ് പേഴ്സൺ ആണെങ്കിൽ നമ്മൾ വാല്യൂ കണക്കാക്കണം. സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വാല്യൂ കണക്കാക്കുമ്പോൾ എങ്ങനെയാണോ അതിൻ്റെ ക്വാളിറ്റി ആൻഡ് സെയിം ഗുഡ്സിന് വരുന്നത് അതേപോലെ എടുക്കുക. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് കൺസിഡറേഷൻ is not only in money. Then
നെക്സ്റ്റ് വാല്യൂ ഓഫ് സപ്ലൈ വെർ സപ്ലൈ ഇസ് ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്റ്റ് ഓർ റിലേറ്റഡ് പേഴ്സൻ്റെ കേസിലാണെങ്കിൽ വാല്യൂ ഓഫ് OMV ദാറ്റ് ഈസ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, അല്ലെങ്കിൽ വട്ട് എവർ ബി ദ കൈൻഡ് ആൻഡ് ക്വാളിറ്റി എങ്ങനെയാണോ നോക്കുക, അല്ലെങ്കിൽ പൈസ എത്ര ക്യാഷ് കൊടുത്തോ പ്ലസ് മണി വാല്യൂ എടുക്കുക. ദെൻ ഏജൻറ്റ് പ്രിൻസിപ്പൽ ഏജൻ്റ് ആണെങ്കിൽ സെയിം തന്നെയാണ്. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും നോക്കണ്ട, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുക്കുക. അല്ലെങ്കിൽ വേർ ദി ഗുഡ്സ് ആർ സപ്ലൈ ടു ദ റെസിപ്പിയൻ ഹൂ ഇൻറ്റൻസ് ടു ഫർദർ സപ്ലൈ, വേറെ വാങ്ങിയിട്ട് വീണ്ടും സപ്ലൈ ചെയ്യാനാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 90% ഓഫ് ദ വാല്യൂ ഓഫ് ദ റെസിപ്പിയൻ്റ് ഈസ് ചാർജ്ഡ്. എത്ര രൂപയ്ക്കാണ് ഇയാൾ വീണ്ടും സപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ 90% നമ്മൾ എന്ത് ചെയ്യണം, ചാർജ് ചെയ്തിരിക്കണം. ഇതാണ് വാല്യൂ ഓഫ് സപ്ലൈയിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. വാല്യൂ ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞാൽ ആക്ട് പ്രകാരം എത്ര രൂപയ്ക്കാണോ നമ്മൾ ട്രാൻസാക്ഷണൽ വാല്യൂ ആണ്. ട്രാൻസാക്ഷണൽ വാല്യൂ ഇസ് ദ ആക്ച്വൽ എമൗണ്ട് ഓർ പ്രൈസ് പേയബിൾ ഫോർ ദ സപ്ലൈ ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എക്സ്ട്രാ ചാർജസ് ഒക്കെ ഉണ്ടെങ്കിൽ GST പ്രകാരം നമ്മൾ അതിൻ്റെ ടാക്സ് ലയബിലിറ്റി ഏറ്റെടുക്കില്ല. അതിൽ വാല്യൂ ഓഫ് സപ്ലൈയിൽ വന്നത് ഇനി ടാക്സ്, ഡ്യൂട്ടീസ്, സെസ്, ഫീസൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് ആക്സെപ്റ്റ് അണ്ടർ എനി അതർ ആക്ട് എക്സെപ്റ്റ് GST. ദെൻ എനി എമൗണ്ട് ദാറ്റ് സപ്ലയർ ഈസ് ലയബിൾ ടു പേ which has been incurred by the recipient and which is not included in price. അതുമായി ബന്ധപ്പെട്ട് വന്നതാണ്, പക്ഷേ പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പാക്കേജിങ് എക്സ്ട്രാ ഇൻസിഡൻ്റലായിട്ട് വന്നിരിക്കുന്ന എക്സ്പെൻസുകൾ ലിങ്ക്ഡ് ടു സപ്ലൈ എക്സെപ്റ്റ് ഗവൺമെൻറ് സബ്സിഡി അല്ലാത്ത സബ്സിഡീസ്, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീസ്, പെനാലിറ്റി അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ജനറൽ റൂൾ പ്രകാരം റിലേറ്റഡ് പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ ആയിരിക്കും. റിലേറ്റഡ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ദ വാല്യൂ ഡിറ്റർമിൻഡ് ആസ് പെർ ആപ്ലിക്കബിൾ റൂൾ ആയിരിക്കും. ഇപ്പോൾ വാല്യൂ സപ്ലൈ ചിലപ്പോൾ നമ്മൾ മുഴുവനായിട്ട് പേയ്മെൻറ്റ് നടത്തിയില്ല എന്ന് വിചാരിക്കും, ക്യാഷ് ആയിട്ടല്ല കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കും. അല്ലെങ്കിൽ എത്ര രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തു പ്ലസ് വാട്ട് എവർ ബി ദ അതർ ഫോം. ഇപ്പോൾ ചിലപ്പോൾ ഷെയർ ആകാം, അസറ്റ് ആകാം, അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും. അല്ലാത്ത കേസിൽ എന്ത് ചെയ്യും, ദ സെയിം ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ വാല്യൂ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വാല്യൂ ഡിറ്റർമിൻ ചെയ്യാം. അത് തന്നെയാണ് നമ്മൾ റിലേറ്റഡ് പേഴ്സൻ്റെ കേസിൽ എടുക്കുക. അതേസമയം പ്രിൻസിപ്പൽ ഏജൻറ്റിൻ്റെ കേസിലാണെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, അല്ലെങ്കിൽ അയാൾ പ്രിൻസിപ്പൽ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ വാങ്ങിയിട്ട് വേറൊരാൾക്ക് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ എത്രയ്ക്ക് രൂപയ്ക്കാണോ സപ്ലൈ ചെയ്തത് അതിൻ്റെ 90% നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റ് വാല്യൂ ട്രാൻസാക്ഷണൽ വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ദിസ് ഈസ് വാല്യൂ ഓഫ് സപ്ലൈ.